നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഫ്രേസൽ വെർബ്സിനെ കുറിച്ചാണ്. ഫ്രേസൽ വെർബ്സിനെ കുറിച്ച് അനേകം ക്ലാസ്സുകൾ നമ്മൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോഡ് വഴി ഫ്രേസൽ വെർബ്സ് പെട്ടെന്ന് പഠിക്കാം എന്നുള്ളതാണ്. അതായത് PSC മിക്കപ്പോഴും ആവർത്തിച്ച് കാണുന്ന ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത് എപ്പോഴും UP അപ്പ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ അവസാനിക്കുന്ന ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ കാണാറുള്ളത്. ഉദാഹരണത്തിന് ഗീവ് അപ്പ്, ടേക്ക് അപ്പ്, ടേൺ അപ്പ്, കോൾ അപ്പ്, ബ്രിങ് അപ്പ്, അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള ഫ്രേസൽ വെർബ്സ് ആണ് മിക്കപ്പോഴും ചോദിച്ചു വരിക. അത് അപ്പിൽ അവസാനിക്കുന്ന, അപ്പ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനിൽ അവസാനിക്കുന്ന ഫ്രേസൽ വെർബ്സ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കോഡ് വഴിയാണ് ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നോക്കുക, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആദ്യം കൊണ്ടുവരുന്ന കോഡ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു കോഡിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ കോഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? PCGLTTB. എങ്ങനെയാണ്? PCGLTTB. ഇവ പലരും ചോദിക്കും, ഈ കോഡൊക്കെ ഇനി ഓർത്തിരിക്കാൻ വേറെ കോഡ് പഠിക്കണമല്ലോ. ശരിയാണ്. അത് നമ്മൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിക്ക് നമ്മൾ PC ഉണ്ടല്ലോ, PC ആയിട്ട് നമ്മൾ G ആണല്ലോ വന്നത്. G എന്ന് പറയുന്നത് എന്താണ്? ജോർജ്. നമ്മളെ PC ജോർജ് ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഒന്ന് ഓർക്കുക. PC ജോർജ് LTTക്കാരെ എന്ത് ചെയ്തു? ബാനിഷ് ചെയ്തു, നാട് കടത്തി. ഇത്രേ ഉള്ളൂ. ഇപ്പൊ PC ജോർജ് LTTക്കാരെ ബാനിഷ് ചെയ്തു. ബാനിഷ് ചെയ്ത് എന്താ ഉദ്ദേശിക്കുന്നത്? നാട് കടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്, ബാനിഷ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്രേ ഉള്ളൂ. PC ജോർജ് LTTക്കാരെ ബാനിഷ് ചെയ്തു എന്ന് ഇത്രയും പഠിച്ച് ഈ ഒരു സംഭവം മനസ്സിലാക്കി വെച്ചാൽ ഈ കോഡ് നമ്മുടെ മനസ്സിലേക്ക് വരും. PC ജോർജിന്റെ PC ആദ്യത്തെ രണ്ടെണ്ണം, പിന്നെ ജോർജിന്റെ G, അപ്പൊ PC ജോർജ്, പിന്നെ LTTക്കാരെ LTT, പിന്നെ ബാനിഷ് ചെയ്ത് B. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കോഡ് ഓക്കെ ആയി. PCGLTTB. ഓക്കെ. ഇനി ഈ കോഡ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രിപ്പോസിഷൻ, ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന UP ആണ്, അത് അപ്പ്. അപ്പ്. അപ്പൊ നമ്മൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ആരെയൊക്കെ? PCGLTTB പ്ലസ് UP, മീൻസ് അപ്പ്. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈ ക്ലാസ്സിലെ കാര്യം നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ കോഡ് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. മൊത്തത്തിൽ പറയുമ്പോൾ UP കൂടെ വന്നല്ലോ, അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള മനസ്സിലാക്കി വെക്കാം. PC ജോർജ് LTTക്കാരെ ബാനിഷ് ചെയ്ത് UPയിലേക്ക് വിട്ടു. ഓക്കെ. അപ്പം PCGLTTB പ്ലസ് UP. ഇനി എന്തിനാണ് നമ്മൾ ഇതിനൊക്കെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പ്, ഞാൻ പറഞ്ഞല്ലോ, അപ്പ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനിൽ അവസാനിക്കുന്ന ഫ്രേസൽ വെർബ്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പിന് നമുക്ക് അർത്ഥം അറിയാം, എന്താ? മുകളിലേക്ക് എന്നാണ് അപ്പിന്റെ അർത്ഥം. എന്നാൽ ഏതെങ്കിലും ഒരു വെർബിനോട് കൂടി ഈ അപ്പ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരുമ്പോൾ അപ്പം ഫ്രേസൽ വെർബാവും. അങ്ങനെ ആകുമ്പോൾ അവിടെ വേറൊരു അർത്ഥമായിരിക്കും വരിക മൊത്തത്തിൽ നോക്കുമ്പോൾ. നമുക്ക് ആദ്യമേ പിക്ക് നമ്മൾ പുട്ടെന്ന് കൊടുക്കുന്നു. അപ്പൊ എന്താകും? പുട്ടപ്പെന്നാവും. അങ്ങനെ പുട്ടപ്പെന്ന് വരുമ്പോൾ എന്തായിരിക്കും അവിടെ വരിക? അർത്ഥം ഉയർത്തുക എന്നാണ്. എന്താണ്? ഉയർത്തുക. അപ്പൊ PC ജോർജിലെ P നമ്മൾ എടുത്തു, അതിന് പുട്ടെന്ന് പേര് കൊടുക്കുന്നു. നമ്മൾ അപ്പെന്ന് ഉണ്ടല്ലോ, അപ്പൊ ഏറ്റവും അവസാനം വരുന്നു. അപ്പൊ പുട്ടപ്പെന്നാവും. അപ്പൊ എന്താവും? ഉയർത്തുക എന്ന് വരും. ഓക്കെ. ഇനി ഉയർത്തുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഇറക്റ്റ് അല്ലെങ്കിൽ ബിൽഡ്. നമ്മൾ പരീക്ഷ ചോദിക്കുന്നത് പുട്ടപ്പിന്റെ അർത്ഥമായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം ഇറക്റ്റ് അല്ലെങ്കിൽ ബിൽഡ്. ഓക്കെ. ഇനി PC എന്ന് പറഞ്ഞാൽ അടുത്തത് C ആണല്ലോ വരണ്ടേ. ആ സിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? കോൾ എന്ന് കൊടുക്കുന്നു. കോൾ. അപ്പൊ എന്താവും? കോളപ്പ് എന്നാവും. അങ്ങനെ അവന്റെ അർത്ഥം എന്താണ്? ഓർക്കുക. ഇംഗ്ലീഷ് വരുമ്പോൾ റീകളക്ട്. അപ്പൊ കോളപ്പിന്റെ മീനിങ് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? റീകളക്ട് എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് വരേണ്ടത് G ആണ്. PC ജോർജിലെ G ആണ് വരേണ്ടത്. ആ Gക്ക് ഞാൻ ഗീവ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗീവ് അപ്പ് എന്ന് വരും. ഗീവ് അപ്പിന്റെ എന്തായിരിക്കും? ഉപേക്ഷിക്കുക എന്നാണ് മലയാളാർത്ഥം. ആൻഡ് ഇംഗ്ലീഷ് എന്തായിരിക്കും? അബാൻഡൻ ഓർ ലീവ്. അപ്പൊ ഗീവ് അപ്പ് എന്ന് പറയുന്നതിന്റെ എന്താണ്?
മീനിങ് ചോദിക്കുമ്പോൾ നമുക്ക് അബാൻഡൻ അല്ലെങ്കിൽ ലീവ് എന്ന് പറയാം. അപ്പൊ PC ജോർജിലെ G ആയി. ഇനി എന്താണ് LTT? അപ്പൊ LTT എന്ന് പറഞ്ഞെങ്കിൽ എന്ത് വേണം? L ആദ്യം വേണം. L. ആ Lന് ഞാൻ എന്ത് കൊടുക്കുന്നു? ലുക്ക് എന്ന് കൊടുക്കുന്നു. അപ്പൊ എങ്ങനെയാവും? ലുക്കപ്പ് എന്നാവും. ഓക്കെ, ആ ലുക്കപ്പിന്റെ അർത്ഥം എന്താണ്? അന്വേഷിക്കുക എന്നാണ്. ദാറ്റ് മീൻസ് ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് പറയാം? സെർച്ച് എന്ന് പറയാം. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ലുക്കപ്പിന് വെറും സെർച്ച് എന്ന് പറഞ്ഞാൽ പോരാ. എങ്ങനെ ഇവിടെ പറയണം? സെർച്ച് ഫോർ എ വേർഡ് ഇൻ എ ഡിക്ഷണറി. അതായത് ഡിക്ഷണറിയിൽ ഏതെങ്കിലും ഒരു വാക്കിന്റെ അർത്ഥം സെർച്ച് ചെയ്തതിനെ നമുക്ക് ലുക്കപ്പ് എന്ന് പറയാം. പരീക്ഷിക്കാതായിരിക്കും വരിക ലുക്കപ്പ്. അപ്പൊ എന്താണ്? സെർച്ച് ഫോർ എ വേർഡ് ഇൻ എ ഡിക്ഷണറി എന്ന് വരും. ഇനി T ആണ് വേണ്ടത്. LTTയിലെ L നമ്മൾ പറഞ്ഞു. ഇനി T. ആ Tക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? ആ Tക്ക് നമ്മൾ ടേക്ക് എന്ന് കൊടുക്കുന്നു. അപ്പൊ എന്താവും? ടേക്കപ്പ് എന്നാവും. അതിന്റെ അർത്ഥം എന്തായിരിക്കും? പരിഗണിക്കുക എന്നാണ്. അതാണ് പരിഗണിക്കുക. അതിന്റെ ഇംഗ്ലീഷ് കൺസിഡർ. അപ്പൊ ടേക്കപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? കൺസിഡർ എന്ന് പറയാം. ഇനി അടുത്ത T. ആ Tക്ക് ഞാൻ ടേൺ എന്ന് കൊടുക്കുന്നു. അപ്പൊ എന്താവും? ടേണപ്പ് എന്നാവും. അതിന്റെ അർത്ഥം എന്താണ്? എത്തിച്ചേരുക. അതിന്റെ ഇംഗ്ലീഷ് അറൈവ്. അപ്പൊ ടേണപ്പ് അറൈവ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇനിയുള്ളത് ഏതാ? B ആണ് അല്ലെ? അതായത് PC ജോർജ് LTTയെ ബാനിഷ് ചെയ്തു. അപ്പൊ B ആണ് വേണ്ടത്. ആ Bക്ക് ഞാൻ ബ്രിങ് എന്ന് കൊടുക്കുന്നു. അപ്പൊ എന്തായി? ബ്രിങ് അപ്പ് എന്ന് വരുന്നു. അതിന് നമുക്ക് മലയാളാർത്ഥമായിട്ട് വഹിക്കുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്ന് വരും. ആ ബ്രിങ് അപ്പിന് വഹിക്കുക എന്ന് പറയുമ്പോൾ ക്യാരി, വെളിപ്പെടുത്തുക എന്നുള്ളത് റിവീൽ. അപ്പൊ ബ്രിങ് അപ്പിന്റെ എന്തൊക്കെ വരാം? ക്യാരി അല്ലെങ്കിൽ റിവീൽ എന്ന് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ അപ്പിൽ അവസാനിക്കുന്ന ഫ്രേസൽ വേർബ്സിനെ ഈ ജസ്റ്റ് ഒരു കോഡിലൂടെ നമ്മൾ പഠിച്ചു. ഏതായാലും നമ്മുടെ കോഡ് PC ജോർജ് LTTക്കാരെ ബാനിഷ് ചെയ്ത് UPയിലേക്ക് വിട്ടു. ഓക്കെ, അപ്പം P പുട്ടപുത്തു പുട്ടപ്പം എന്നാകുമ്പോൾ എന്താവും? ഉയർത്തുക. ദാറ്റ് മീൻസ് ഇറക്റ്റ് അല്ലെങ്കിൽ ബിൽഡ്. ഇനി PC ജോർജിലെ C വരുമ്പോൾ നമ്മൾ കോളം കൊടുക്കുന്നു. അപ്പൊ കോളപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓർക്കുക. ദാറ്റ് മീൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ റീകളക്ട്. ദെൻ ജിക്ക് നമ്മൾ ജോർജിന്റെ G. ആ Gക്ക് ഇവിടെ നമ്മൾ ഗീവ് എന്ന് കൊടുക്കുന്നു. അപ്പൊ ഗീവ് അപ്പ് എന്നാവുന്നു. ദാറ്റ് മീൻസ് ഉപേക്ഷിക്കുക, അബാൻഡൻ അല്ലെങ്കിൽ ലീവ് എന്ന് വരും. ഇനി നമുക്ക് LTTയുടെ L മീൻസ് ഇവിടെ ലുക്ക് എന്ന് കൊടുക്കുന്നു. അപ്പൊ ലുക്കപ്പ് എന്ന് കൊടുക്കുന്നു. ലുക്കപ്പ് മീൻസ് സെർച്ച്. ദാറ്റ് മീൻസ് അന്വേഷിക്കുക. ഒരു വാക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഡിക്ഷണറിയിൽ അന്വേഷിക്കുക. അപ്പൊ സെർച്ച് ഫോർ എ വേർഡ് ഇൻ എ ഡിക്ഷണറി. ഇനി അടുത്ത് T. LTTയുടെ T. ആ Tക്ക് നമ്മൾ ടേക്ക് എന്ന് കൊടുക്കുന്നു. അപ്പൊ ടേക്കപ്പ് എന്ന് വരുന്നു. അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? അർത്ഥം പരിഗണിക്കുക. ദാറ്റ് മീൻസ് ടേക്കപ്പിന്റെ ഇംഗ്ലീഷ് കൺസിഡർ എന്ന് വരും. ഇനി അടുത്ത Tക്ക് നമ്മൾ ടേൺ എന്ന് കൊടുക്കുന്നു. അപ്പൊ ടേണപ്പ് എന്ന് വരുന്നു. അപ്പൊ അവിടെ നമ്മൾ എത്തിച്ചേരുക എന്നർത്ഥം. അതിന്റെ ഇംഗ്ലീഷിൽ നമ്മൾ അറൈവ് എന്ന് കൊടുക്കുന്നു. അപ്പൊ ടേണപ്പിന്റെ എന്താവും? അറൈവ്. അപ്പൊ LTTക്കാരെ ഇനി ബാനിഷ് ചെയ്തു. ബാനിഷിന്റെ B. അവിടെ ബ്രിങ് എന്ന് കൊടുക്കുന്നു. അപ്പൊ ബ്രിങ് അപ്പ് എന്ന് വരുന്നു. ബ്രിങ് അപ്പിന്റെ അർത്ഥം എന്തായിരുന്നു? നമ്മൾ വഹിക്കുക അല്ലെങ്കിൽ എന്താണ്? റിവീൽ ചെയ്യുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നാണ്. അപ്പം ബ്രിങ് അപ്പിന്റെ ഇതായിട്ട് നമുക്ക് എന്ത് പറയാം? ക്യാരി അല്ലെങ്കിൽ റിവീൽ എന്ന് വരും. അപ്പൊ നമ്മൾ ഈ കോഡിലൂടെ നമ്മൾ ഈ ഫ്രേസൽ വേർബ്സിനെ ഈ 7 ഫ്രേസൽ വേർബ്സ് പഠിച്ചു. ഇത് മിക്കപ്പോഴും ആവർത്തിച്ച് PSC ചോദിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കോഡ്? PC G LTT B. അങ്ങനെ PC ജോർജ് LTTയെ ബാനിഷ് ചെയ്തു. എങ്ങോട്ട്? UPയിലേക്ക് അപ്പ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി ഞാൻ കരുതുന്നു. ഇങ്ങനെ നമ്മൾ ഇതിലെ ഫ്രേസൽ വേർബ്സുമായി ബന്ധപ്പെട്ട് ക്ലാസ് ഉണ്ട്. ഇത് നമ്മുടെ ആ വീഡിയോ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇനി നമുക്ക് ഇതുപോലെ ആവർത്തിച്ചു വരുന്ന ഫ്രേസൽ വേർബ്സ് ഉണ്ട്. അത് ഇതുപോലെ കോഡ് വഴി നമുക്ക് പഠിക്കാം. ആ ക്ലാസ്സുകൾ കിട്ടുവാൻ വേണ്ടി ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പ്സിനും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇത് മനസ്സിലാക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.